നമസ്കാരം. ഞാൻ കലാമണ്ഡലം സത്യഭാമ ഡാൻസ് അക്കാഡമി ഡയറക്ടർ ഡോക്ടർ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോഴേ നിങ്ങൾ സംശയിച്ചു കാണും, ടീച്ചർ ഡോക്ടറേറ്റ് എടുത്തോന്ന്. ഒരിക്കലുമില്ല. ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറേറ്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരളത്തിൽ മൂലയ്ക്ക് മൂലയ്ക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും എനിക്ക് അറിയാവുന്ന കുറേ പേർക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. ഞാൻ തന്നെ അതിശയിച്ചു പോയി, ഇതെന്ത് ഡോക്ടറേറ്റാണ് ഇവർ മേടിച്ചിരിക്കണമെന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ ചിലർ വന്നു, ഡോക്ടറേറ്റ് വേണോ ടീച്ചർ? അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ വിപണിയിൽ കിട്ടുമോ, മാർക്കറ്റിൽ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾ വേണമെങ്കിൽ ടീച്ചറിന് തരപ്പെടുത്തി തരാം. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ തരപ്പെടുത്തും? ഇതൊക്കെ റിസർച്ച് ചെയ്തു പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിനകത്തുള്ള പിന്നെ ഭയങ്കര അതോറിറ്റീസൊക്കെ ചെക്ക് ചെയ്തൊക്കെ കിട്ടുന്നൊരു സാധനമാണ് ഡോക്ടറേറ്റ്. ആരെങ്കിലും കീഴിൽ നമ്മൾ ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് ചെന്ന് അത് ചെയ്തൊക്കെ കിട്ടുന്ന. അപ്പോൾ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന, എനിക്ക് തോന്നണം ഈ 10 പേരിൽ 10 പേർക്ക് പോലും ഒറിജിനൽ ഡോക്ടറേറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എനിക്കറിയാവുന്ന പലരും ഡ്യൂപ്ലിക്കേറ്റ് ഡോക്ടറേറ്റാണ്. അപ്പോൾ നമ്മൾ എൻ്റെ അടുക്ക് വന്നതിൽ നമ്മുടെ 3 പാർട്ടി, അതായത് മെയിൻ നമ്മുടെ പൊളിറ്റിക്കൽ 3 പാർട്ടികളുണ്ടല്ലോ, അതിലൊരു പാർട്ടിയുടെ ഒരാളാണ് എൻ്റെ അടുത്ത് വന്നത്. അത് ചോദിച്ചാൽ എത്രയാണ്? 13 ലക്ഷം ഡോക്ടറേറ്റ് വേണമെങ്കിൽ. ഞാൻ പറഞ്ഞു 13 ലക്ഷം അല്ല, വെറും 13 രൂപ മതി എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛൻ മനു സി കണ്ണൂർ, എനിക്ക് അയാളെ പേര് പറയാൻ ഒരു മടിയില്ല, ഞാൻ പറയും. അയാളെ മോളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടീച്ചറിന് ഡോക്ടറേറ്റ് വേണം. ഞാൻ ചോദിച്ചു അത്. അപ്പോൾ ആദ്യത്തെ ആളെ ഞാൻ വിട്ടു. അപ്പോൾ നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ 1,25,000 മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട മനു, എനിക്ക് ഡോക്ടറേറ്റേ വേണ്ട. അന്തസ്സും അഭിമാനമായിട്ട് കലാമണ്ഡലം എന്നുള്ളൊരു പേരുണ്ട് എനിക്ക് ഇപ്പുറത്ത്, അത് മതി. നമുക്ക് അതിനുള്ള അർഹതയുള്ള യോഗ്യതയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. മനസ്സിലായി? അപ്പം മനു എന്നിട്ട് ബാർഗൈനിങ് ആയി, അതായത് ടീച്ചറിനെ കുറച്ച് തരാം, അങ്ങനെ 1 ലക്ഷത്തിനാക്കി. ഞാൻ പറഞ്ഞു 1 ലക്ഷമല്ല, 1 രൂപ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട്. അയാളെയും വിട്ട്. പിന്നെ മൂന്നാമതൊരു പാർട്ടി വന്നു. അയാളെ പേര് പറയാൻ എനിക്ക് തൽക്കാലം ഞാൻ പറയുന്നില്ല, അത് അറിയപ്പെടുന്ന ഒരാളാണ്. എല്ലാം ഞാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനാ അയാളെ പേര് പറഞ്ഞാൽ, അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയുന്നില്ല. അങ്ങനെ 3 പേര് വന്നു, എല്ലാം പൈസ കൊടുത്തിട്ട് മേടിക്കുന്ന. അപ്പോൾ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ തന്നെ ചിലർ എന്നോട് ചോദിച്ചു, ടീച്ചറിന് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എന്തിനാ ഡോക്ടറേറ്റ്? വെള്ളരിക്ക പേപ്പറിൽ കണ്ടാൽ സാമ്പാറാവോ? ഇല്ലല്ലോ, വെച്ച് പഠിക്കണ്ടേ? കലാമണ്ഡലത്തിൽ പഠിച്ചാൽ പോലും പോരാന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ കലാമണ്ഡലത്തിന് ഇറങ്ങിയതിന് ശേഷം ചെന്നൈയിൽ ചേക്കേറി കുറച്ച് കാലം അവിടെ പഠിച്ചു. കുച്ചിപ്പുടിയൊക്കെ പിന്നെ ഓൾറെഡി അവിടെ തന്നെ നല്ല കുച്ചിപ്പുടിയൊക്കെ. ആ കാലത്ത് ഞാൻ 85-ലാണ് ചെന്നൈയിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് വെമ്പട്ടി ചിന്നസത്യം മാഷെടുത്ത് കുച്ചിപ്പുടി പഠിച്ചു, കുറച്ച് ഭരതനാട്യം. പിന്നെ അവിടെ ഒരു നളിനി എന്നൊരു മേഡത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് കാലം പഠിച്ച്, ഒരു കലാക്ഷേത്രമായിരുന്നു, അവരടുത്ത് പഠിച്ചു. പിന്നെ കലാമണ്ഡലത്തിൽ പഠിച്ച എല്ലാം. പിന്നെ ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണെങ്കിലേ, കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു കുട്ടിയേക്കാളും, ഞാൻ ഉൾപ്പെടെ പറയാം, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ നമ്മളെക്കാട്ടിലും സ്റ്റാൻഡേർഡായിട്ട് കളിക്കുന്നവരുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. കലാമണ്ഡലത്തിൽ പോയാലേ നിങ്ങളുടെയൊക്കെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ കലാമണ്ഡലത്തിൽ ഒരു അഡ്മിഷൻ വേണം. അപ്പോൾ അഡ്മിഷൻ വേണമെന്ന് നീ പറയുമ്പോൾ തന്നെ ഞാൻ പോകണ്ടെന്ന് പറയാറില്ല. കാര്യം എന്താ അറിയോ? അതൊരു സ്ഥാപന, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമെങ്കിൽ ആ കുട്ടിക്ക് കിട്ടിക്കോട്ടെ. പക്ഷേ ഞാൻ അവരോട് ഒരു ഉപദേശം കൊടുക്കുന്നത്, നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ നല്ല നല്ല ഗുരുക്കന്മാരെ കണ്ടുപിടിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് നിങ്ങളുടെ കുട്ടികൾ പഠിച്ചിരിക്കും. സ്റ്റാൻഡേർഡ് കുറവുള്ള ഗുരുക്കന്മാരുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ ഡോക്ടറേറ്റ് കിട്ടിയാലേ എല്ലാം ആവൂ എന്ന് ധരിക്കുന്നതും, അല്ലെങ്കിൽ കലാമണ്ഡലം എന്ന് മാത്രം, അവർക്ക് കലാമണ്ഡലം മാത്രമേ ഉള്ളൂ, അവർക്ക് മറ്റേ വേറെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് ധരിക്കുന്നതൊക്കെ വെറുതെ കുറേ പാരൻസിൻ്റെ തെറ്റിദ്ധാരണയാണ്. നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ചെറിയൊരു കേരളം, നമ്മുടെ സ്റ്റേറ്റ് വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. ഈ കേരളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് മത്സരം ഒക്കെ നമുക്കിവിടെ വീട്ടിലിരുന്ന് കാണും. ഞാൻ ഇപ്പോൾ പതിവുള്ളൂ, ഞാൻ പോയി കാണാറില്ല.
വേദിയിൽ പോയി കാണുന്നത് വളരെ കുറഞ്ഞ വെച്ചാൽ ലൈവ് ഓർക്കസ്ട്ര ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമുക്ക് പോകേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് സീഡിയും കൊടുത്തു വിടുക, വീട്ടിലിരുന്ന് നമ്മൾ ലൈവ് കാണാറുണ്ട്. അപ്പോൾ അസാധ്യമായിട്ട് കളിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തെ കുട്ടികൾ കളിക്കുമ്പോൾ ഞങ്ങളൊക്കെ പഠിപ്പിച്ച കുട്ടികളാണെന്ന് നിങ്ങൾ ധരിക്കുക. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, ഷൊർണൂർ, തൃശ്ശൂർ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ അസാധ്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി അവർ അസാധ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പുറകോട്ടായിരിക്കും. എന്താ പറയുക, ആ പുറകോട്ട് വരുന്ന എന്താ പറയുക, ഉപരിപഠനം വേണമെന്നുള്ള തീരുമാനം വേണ്ട ഒരു കാര്യമാണ് കുട്ടികൾ. നിങ്ങളത് വിചാരിക്കേണ്ട. കലാമണ്ഡലത്തിൽ പഠിച്ച എല്ലാം എന്ന് വിചാരിക്കേണ്ട, ഒരിക്കലുമല്ല. നിങ്ങൾ ഉപരിപഠനം നമ്മൾ ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് PG പഠിക്കാൻ കുട്ടികൾ പോകുന്നില്ലേ എന്തിനാ പോകുന്നത്? MBBS നിൽക്കുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. MBBS മാത്രമുള്ള ഡോക്ടർമാരൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും കുറേയും കൂടിയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന കാലങ്ങളിലെല്ലാം കുറേയും കൂടി വേണമെന്നുള്ള ഉണ്ടോയെന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴേ ഡോക്ടറുടെ ബോർഡ് നോക്കുക എത്രയൊക്കെ ഉണ്ട് ഡിഗ്രികളെന്ന്. അപ്പോഴാണ് വിലയിരുത്തുന്നത്. ഒരു പരിധി വരെ ഞാനും നോക്കിയിട്ടുണ്ട്. വെറും MBBS ആണെങ്കിൽ നമുക്ക് തോന്നുന്നത് എന്താ പോരായിരിക്കും അത് എന്ന് തോന്നിപ്പോകും. എന്ന് പറഞ്ഞ പോലെ എല്ലാ കലയിലും ഉപരിപഠനം വേണമെന്നുള്ള തീരുമാനം വേണ്ട കാര്യമാണ്. അതായത് ഡോക്ടറേറ്റ്, പിന്നെ ഡോക്ടറേറ്റ് നമ്മുടെ സബ്ജക്റ്റ് തന്നെ ഡോക്ടറേറ്റ് ആണ്. അതായത് ചെന്നൈയിലെ ഏതൊരു പ്രൈവറ്റ് സ്ഥാപനം കുറച്ച് പേര് കൂടെ ഒരു പണിയില്ലാതെ ഇരിക്കുമ്പോൾ ഒരു 5-6 പേര് കൂടെ ഒരു കമ്മിറ്റി കൂടെ അവരതിൻ്റെ സംഘാടകർ അവർ ഡോക്ടറേറ്റ് കൊടുക്കുന്നു. ഇതാണ് മിക്ക ഡോക്ടറേറ്റുകളും ഇതേപോലെയാണ്. മനസ്സിലായ? അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ കലാമണ്ഡലം സത്യഭാമ എന്നുള്ളത് അഭിമാനത്തോടെ പറയുന്നു. പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു പേജ്, എൻ്റെ ഈ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഏതിലോ വന്നിട്ട് ഒരുത്തൻ പറയണേ, നിങ്ങളുടെ കലാമണ്ഡലം എവിടെ പോയി, എവിടെ പോകാനാ? എനിക്കൊരു പ്രശ്നം വന്നപ്പോഴേ, എനിക്കൊരു കേസ് ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് ജനങ്ങൾക്ക്, ബഹുമാനപ്പെട്ട മാന്യ സദസ്സിന് അറിയാലോ. അപ്പോഴ് ചിലരെൻ്റെ കലാമണ്ഡലം എടുത്തു കളയെന്ന് പറഞ്ഞു. എവിടെ നിന്ന്? ഞാൻ മാർക്കറ്റിൽ നിന്ന് എടുത്തതാ കലാമണ്ഡലം, വില കൊടുത്ത് മേടിച്ചാ. ഒരിക്കലും അല്ലല്ലോ, അധ്വാനിച്ച് രാപ്പകൽ അധ്വാനിച്ച് ചോര നീരാക്കി എടുത്ത ഡിഗ്രിയാണത്. അന്ന് 12 കുട്ടികൾ 15 കുട്ടികളേ ഉള്ളൂ കലാമണ്ഡലത്തിൽ ടോട്ടലി, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ. മനസ്സിലായേ? ഇന്ന് അതല്ല, ഇന്ന് ഇഷ്ടം പോലെ കുട്ടികളാണ്. അന്നത്തെ ക്ലാസ്സും അന്നത്തെ പണിഷ്മെൻ്റൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴേ ഇപ്പോഴും പേടിയാണ്. അങ്ങനെ പഠിച്ചെടുത്ത് മേടിച്ച ഡിഗ്രിയാണത്. മനസ്സിലായേ? അല്ലാണ്ട് അത് എടുത്ത് കളയാനുള്ളതല്ല. അത് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ കുറേ ബാല് ചുരുട്ടി കുറഞ്ഞ എൻ്റെ പേജിൽ വരുന്നുണ്ട്, എന്നെ ഓരോ അസഭ്യങ്ങൾ പറഞ്ഞിട്ടെ. എനിക്ക് ഒരു വിരോധമില്ല, നല്ലപോലെ അങ്ങോട്ട് പറ. നിങ്ങൾ പറയും തോറും സത്യഭാമ അല്ല, കലാമണ്ഡലം സത്യഭാമ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഡോക്ടറേറ്റ് ഒന്നും വേണ്ട സത്യഭാമയ്ക്ക്. നല്ലപോലെ അധ്വാനിച്ച് റെഡിയായിട്ട് നല്ല അന്തസ്സായിട്ട് സ്ഥാപനം കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഓക്കെ, നമസ്കാരം.